നമസ്കാരം. ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 2026 ജനുവരി മാസം 1-ാം തീയതി മുതൽ സാധാരണക്കാരെ ബാധിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ചെയ്തിരിക്കേണ്ട പ്രധാന കുറച്ച് കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ചുരുക്കി പറയുകയാണ്. എല്ലാ മലയാളികളും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇതുപോലുള്ള ഡെയിലി അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 2026 പുതുവർഷത്തിലെ ആദ്യ മാസമായ ജനുവരിയിലെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ജനുവരി മാസത്തിലെ നീല വെള്ള കാർഡുകൾക്ക് അരിവിഹിതത്തിന് പുറമെ മറ്റു 2 സാധനങ്ങൾ കൂടി ലഭിക്കും എന്നതാണ് ഒരു പ്രത്യേകത. അതോടൊപ്പം നീല വെള്ള റേഷൻ കാർഡുകൾക്കുള്ളവർക്കൊരു തിരിച്ചടി കൂടി ജനുവരി മാസത്തിലുണ്ട്. 2026 ജനുവരി മാസത്തെ റേഷൻ വിതരണം ജനുവരി 3 ശനിയാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ക്വാർട്ടറിലെ മഞ്ഞ, പിങ്ക്, വെള്ള റേഷൻ കാർഡുകാർക്ക് മണ്ണെണ്ണ വിഹിതം അനുവദിച്ചിട്ടുണ്ട്. AYY മഞ്ഞ റേഷൻ കാർഡിനും 1 ലിറ്റർ മണ്ണെണ്ണയും, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണ് ഈ ത്രൈമാസ കാലയളവിൽ ലഭിക്കുക. വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ്. ഇനി ഓരോ വിഭാഗം റേഷൻ കാർഡുകാർക്കും ജനുവരി മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളുടെ അളവുകൾ നോക്കാം. അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡിന് ജനുവരി മാസത്തിലെ 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും, 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും, 1 കിലോ പഞ്ചസാര 27 രൂപയിലും ലഭിക്കും. മുൻഗണന വിഭാഗം PHH പിങ്ക് റേഷൻ കാർഡ് ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. 4 അംഗങ്ങളിൽ താഴെയുള്ള കാർഡുകൾക്ക് ഗോതമ്പിന് പകരം ആട്ട മാത്രമായിരിക്കും ലഭിക്കുക. അടുത്തത് പൊതുവിഭാഗം സബ്സിഡി NPS നീല റേഷൻ കാർഡിൽ ഒരംഗത്തിന് 2 കിലോ അരി വിഹിതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. ഈ മാസം നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരിവിഹിതം ഇല്ല എന്നൊരു തിരിച്ചടി കൂടിയുണ്ട്. നീല റേഷൻ കാർഡിന് അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 2 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും എന്നതാണ് ഈ മാസത്തെ മറ്റൊരു പ്രത്യേകത. പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. കഴിഞ്ഞ മാസം 10 കിലോ അരി ലഭിച്ച വെള്ള റേഷൻ കാർഡുകാരെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസത്തിൽ കാർഡിന് വെറും 2 കിലോ അരി മാത്രമാണ് ലഭിക്കുന്നത്. ഇത് വലിയൊരു തിരിച്ചടിയാണ് വെള്ള റേഷൻ കാർഡുകാർക്ക്. ജനുവരി മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അരിവിഹിതം കുറഞ്ഞിരിക്കുകയാണ്. ചെറിയൊരു ആശ്വാസം എന്നത് 1 പാക്കറ്റ് മുതൽ 2 പാക്കറ്റ് വരെ ആട്ട ഈ മാസം ലഭിക്കും എന്നത് മാത്രമാണ്. പൊതുവിഭാഗം റേഷൻ കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് പരമാവധി 1 കിലോ ആട്ടയായിരിക്കും ലഭിക്കുക. ജനുവരി മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡുകാർക്കും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇത്തരത്തിലാണ്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും വർഷം 6000 രൂപ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇനി മുതൽ ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്നിവ നമ്മൾ പൂർത്തിയാക്കിയിരിക്കണം. മുൻപ് തൊട്ട് ഇത് പൂർത്തിയാക്കിയവർക്കൊക്കെ തന്നെ വിതരണം നടക്കുകയാണ്. എന്നാൽ ചിലർക്കൊക്കെ വീണ്ടും KYC വീണ്ടും ഒന്നുകൂടി KYC ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് PM കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ പരിശോധിച്ച് സ്ഥിരീകരിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് കർഷക ID കാർഡുകൾ, അതായത് നമ്മുടെ ഭൂമി അടിസ്ഥാനമായിട്ടുള്ള, നമ്മുടെ സ്ഥലം അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രോപ്പർട്ടി കാർഡിന്റെ വിതരണം 2026 മുതൽ നടക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ റിസർവ് പൂർത്തിയാക്കിയിട്ടുള്ള വില്ലേജുകൾ മുൻഗണന നിശ്ചയിച്ച് ആദ്യഘട്ടത്തിൽ ആ പ്രദേശങ്ങളിലായിരിക്കും പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്യുക. സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ, മറ്റ് ഡിവിഷൻ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം സ്ഥലത്തിന്റെ സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കൈവശാവകാശം, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടി കാർഡ് ലഭിക്കുന്നതിന്റെ വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇനി ഇങ്ങനെയുള്ള പല വിശദാംശങ്ങളും ഈ പ്രോപ്പർട്ടി കാർഡിൽ ഉള്ളടക്കം ചെയ്തിരിക്കും. ഇതിലുള്ള പ്രത്യേക നമ്പറുകളും അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യുക വഴി അല്ലെങ്കിൽ പ്രത്യേക സംവിധാനങ്ങൾ വഴി കൃത്യമായിട്ട് നമ്മുടെ ഓഫീസ് അടിസ്ഥാനത്തിൽ, അതായത് വില്ലേജ് ഓഫീസിൽ എത്തിച്ചേർന്ന് അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്റർ വഴി അപേക്ഷകൾ വയ്ക്കുമ്പോൾ വളരെ വേഗത്തിൽ സ്കാൻ ചെയ്ത് വിശദാംശ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും. പിന്നീട് പല രേഖകൾ ഉൾപ്പെടുന്ന ഒരു മാസ്റ്റർ കാർഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഡെവലപ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള
ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ 2026 ജനുവരി 1 മുതൽ സമർപ്പിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. കാർഷിക ഉപകരണങ്ങൾക്ക് 40% മുതൽ 50% വരെ സബ്സിഡി ഇട്ടാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയിലൂടെയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങളൊക്കെ വേണമെന്നുള്ളവർക്ക് എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കേണ്ടതാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമർപ്പിക്കേണ്ട രേഖകൾ കരമടച്ച രസീത്, സ്ഥലവുമായി ബന്ധപ്പെട്ട ആ രേഖയാണ് ഹാജരാക്കേണ്ടത്. ഗുണഭോക്താക്കളുടെ ഫോട്ടോ, ആധാർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇവയെല്ലാം തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. അടുത്ത അറിയിപ്പ് റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റേഷൻ കാർഡ് ഉള്ളവർക്ക്, അർഹതയുള്ളവർക്ക് BPL കാർഡിന്റെ വിതരണം എല്ലാം തന്നെ ആരംഭിക്കുന്നതായിരിക്കും. 2025 ഡിസംബർ 31 BPL റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ്. ജനുവരി മാസം മുതൽ അർഹതയുള്ളവർക്ക് BPL കാർഡുകൾ വിതരണം നടക്കുന്നതായിരിക്കും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താക്കളാണെങ്കിൽ പ്രത്യേകിച്ച് ഉജ്ജ്വല യോജന ഗ്യാസ് കണക്ഷൻ ഉള്ളവരുടെ ഇലക്ട്രോണിക് KYC മാർച്ച് 31 അവസാനിക്കുകയാണ്. അതിനുശേഷം EKYC ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുക. അതിനു മുമ്പ് തന്നെ സബ്സിഡി ഉപയോഗിക്കണമെങ്കിൽ EKYC ചെയ്യേണ്ടതാണ്. നമ്മൾ ഏത് ഏജൻസിയിൽ നിന്നാണോ ഗ്യാസ് എടുത്തിട്ടുള്ളത് അവിടെ നേരിട്ട് എത്തിച്ചേർന്ന് ഇലക്ട്രോണിക് KYC ചെയ്യേണ്ടതാണ്. അതോടൊപ്പം നിലവിൽ സബ്സിഡി ലഭിക്കാത്തവരാണെങ്കിൽ പോലും നിലവിൽ ഗാർഹിക ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ എല്ലാം തന്നെ ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കേണ്ടതാണ്. അതിനുള്ള അവസാന തീയതി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്കിന്റെ KYCയുമായിട്ട് ബന്ധപ്പെട്ടാണ്. സീറോ ബാലൻസ് അക്കൗണ്ട് ഒക്കെ ഉള്ളവർ, അതും നിലവിൽ ആക്റ്റീവ് അല്ലാത്ത ബാങ്ക് അക്കൗണ്ട് ഒക്കെയാണ് നമ്മുടെ കൈവശം ഉള്ളതെങ്കിൽ അത്തരം അക്കൗണ്ടുകൾ വീണ്ടും ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് EKYC ചെയ്തേ മതിയാവും. ആധാറിന്റെ ഒറിജിനലും ആധാറിന്റെ കോപ്പിയും അതോടൊപ്പം തന്നെ KYC ഫോം ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ബാങ്കിൽ നേരിട്ടെത്തി വേണം ഇത് സമർപ്പിക്കേണ്ടത്. വിവിധ ബാങ്കുകളിൽ നിന്ന് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. ആക്റ്റീവ് അല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പെർമനന്റ് ക്ലോസ് ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇത്തരം അറിയിപ്പുകൾ ഇപ്പോൾ ബാങ്കുകളിൽ നിന്ന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ട് KYC ചെയ്യേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫോണിൽ അറിയിപ്പ് എത്തിച്ചേരുന്നതായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ബാങ്ക് ശാഖയുമായിട്ട് നേരിട്ട് അന്വേഷിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും 1000 രൂപ നൽകുന്ന പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രതിവർഷ വരുമാനം 1 ലക്ഷം രൂപയിലേക്ക് താഴെയുള്ള വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ഹാജരാക്കണം. ഇത്തരത്തിൽ അർഹതയുള്ള എല്ലാവർക്കും ഈ ഒരു 1000 രൂപയുടെ പദ്ധതിയിൽ അംഗമാകാനായിട്ട് സാധിക്കുന്നതാണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെയാണ്. ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു അറിയിപ്പുകൾ ഞാൻ മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ്, ഡെയിലി അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്